പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് ഗോതമ്പിൻ്റെ ഇലട ഉണ്ടാക്കുന്നുണ്ട്. അത് വൈകുന്നേരത്തെ അതായത് 4 മണി പലഹാരം ആ രൂപത്തിൽ, പിന്നെ കുറച്ച് അല്ലാതെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെയാണ്. നമ്മൾ കിണറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ആ 2 വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ആ ഒരു റിങ് ഇട്ടിട്ടുണ്ട് മുകളിൽ. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ എല്ലാ വിശേഷങ്ങളും ചേർത്തുകൊണ്ട് ഇന്ന് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ നമ്മൾ പുതിയ കിണറിൻ്റെ മേൽഭാഗത്ത് 2 റിങ് കൂടി വെച്ചു. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പഴയ പോലെ ആൾമറ ഒന്നും കെട്ടി ഉണ്ടാക്കണ്ട. നമ്മൾ പടുത്ത് തേച്ചൊക്കെ ഉണ്ടാക്കുമല്ലോ, അത് വേണ്ട. അതിന് വരെ ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. കണ്ടില്ലേ, നല്ല വൃത്തിയായി. ഇപ്പോൾ പിന്നെ ഇനി ഇതിൻ്റെ മേലെ വല ഇട്ട് കൊടുക്കുക. അതെ, അത്രേ വേണ്ടൂ. എന്നാൽ പിന്നെ കരടൊന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അരികൊക്കെ ഒന്ന് ഒപ്പാക്കി വൃത്തിയാക്കി, അത്രേ പണിയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കലാണ്. നമ്മൾ ഈ ഡൈനിങ് ടേബിള് ഭക്ഷണം കഴിക്കുന്ന, കാരണം നമ്മൾ എല്ലാവരും കാണുന്ന ഒരു ഇതുകൂടിയാണ്. നമ്മൾ അത്രയും ഇതാണ് ഈ ഒരു ഡൈനിങ് ടേബിള്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഭാഗം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഷീറ്റ് ഒക്കെ കഴുകാട്ടിട്ടുണ്ട് പുറത്ത്. അത് കഴുകി ഇനി അത് 2 സൈഡും ഉപയോഗിക്കുന്ന ഷീറ്റാണ്. അത് വെച്ചാൽ നമുക്ക് 2 സൈഡും മാറി ഉപയോഗിക്കാം. അപ്പോൾ ഒക്കെ കഴുകാനൊക്കെ ഇട്ട് പുറത്ത് ഒക്കെ ഉണങ്ങട്ടെ. വലിയ വെയിലില്ലെന്ത്, എന്നാലും വേണ്ടില്ല. അപ്പോൾ അത് ഉണങ്ങട്ടെ. പിന്നെ അതിൽ വെച്ചിട്ടുള്ള മുകളിലുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി വെക്കുകയാണെന്ന്. അപ്പോൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഇത് 2002 ആണ് ഞാനത് വാങ്ങിയത്. മഞ്ചേരിത്തെ ഒരു ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ 2002 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2012, 2022, അപ്പോൾ 20 കൊല്ലം. 22 കഴിഞ്ഞപ്പോൾ 26 അപ്പോൾ 4, അങ്ങനെ 24 കൊല്ലമായി. ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല. നല്ല ഇത് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പങ്ങളും പറ്റിയില്ല. അതിന് ശേഷം വേറെ ഒന്നും മാറ്റിയിട്ടില്ല. നല്ല ഷേപ്പും കാര്യങ്ങളും, പിന്നെ സൈസ് കറക്റ്റാണ്. അതാണ് ഇതിൻ്റെ അടുത്ത് ഏകദേശം 6.3 ആണ് സൈസ് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പോൾ അടിപൊളി ആണ് സംഗതി. ഇത് അത്രയും കൊല്ലമല്ലേ, 24 കൊല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല, നമ്മൾ ഈ 2002 ഇത് വാങ്ങിയത് ഓർമ്മയില്ലേ? അത് നമ്മൾ പന്തലൂരാണ്. ഈ പന്തലൂർ നിൽക്കുമ്പോഴാണ് ഈ മേശ വാങ്ങിയത്. അതെനിക്ക് ഓർമ്മയുണ്ട്.
അപ്പം ഇനി ഏതായാലും നമുക്ക് അട ഉണ്ടാക്കാനുള്ള ഇല എടുക്കാൻ പോവാം. അപ്പോൾ അവിടെ നമ്മൾ പുതിയ കിണറുണ്ടാക്കിയതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ പൊടുവണ്ണീൻ്റെ ഇല ഉണ്ട്. നമ്മൾ വാഴേൻ്റെ ഇലയിലല്ല, പൊടുവണ്ണീൻ്റെ ഇലയാണ്. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, മരം പൊടുവണ്ണി വട്ടത്തിലുള്ള ഇല, അതാ നല്ലത്. അപ്പോൾ നമ്മൾ റേഷൻ കടയത്തെ ആട്ടപ്പൊടിയാണ്, നല്ല പൊടിയാണിത്. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്നത് അട ഉണ്ടാക്കാൻ. പൊടി പിന്നെ ഇവിടെ ഉണ്ട്, ആവശ്യത്തിനുള്ള ഉണ്ട്. അപ്പോൾ നമ്മളേതായാലും അടേൻ്റെ കാര്യങ്ങൾ നോക്കാം. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഇനി ഏതായാലും ഒരു അടയും കാപ്പിയാണെന്ന്. പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് ഞങ്ങളിപ്പോൾ അട. ഇനി ഇത് എന്നുവെച്ചാൽ ഒരു 4 എണ്ണം അതിനുള്ള ഇതാ ഒക്കെ മാവ് എല്ലാം കുഴച്ചിവിടെ വെച്ചു. തേങ്ങ ചിരകൽ അവിടെ കഴിഞ്ഞു. പിന്നെ ഇതാ ശർക്കര, ഒരു വലിയൊരച്ച് അത് മതി, എന്നാൽ തന്നെ ഉണ്ടാവും. അത് നമുക്ക് ഈ ഒരു കയ്യിലോണ്ടൊന്നും അങ്ങനെ പൊടിച്ചു കൊടുക്കാം, നല്ല പോലെ ഉണ്ട് പൊടിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതും ശർക്കര ഇങ്ങനെ പൊടിച്ചത്, പിന്നെ ഇപ്പോൾ അതിൽ ഏലക്കായൊക്കെ ചേർക്കാം. ഇതിൽ പിന്നെ അത് ചേർത്തിട്ടില്ല, കാരണം അമ്മയ്ക്ക് അങ്ങനെ അതിൻ്റെ ഒരു ചുവ പറ്റില്ല. പിന്നെ മൈസൂർ പഴം, ഇത് നമ്മളെന്താ വെച്ചാൽ മൈസൂർ പഴം അമ്മയ്ക്ക് പിന്നെ മൈസൂർ പഴം ഇട്ടത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ എനിക്കുള്ളതിൽ അടയ കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതാണല്ലോ, അപ്പോൾ പിന്നെ സുഖമാണ്. അതിലേക്ക് മാത്രമേ ഇത് ചേർക്കുള്ളൂ. എനിക്ക് ഇഷ്ടമാണ് ഇതിങ്ങനെ പഴമൊക്കെ ചേർക്കുന്നത്. നമ്മൾ ഇല നല്ല 4 ഇല ഒക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തതാണ്. നമുക്ക് ലേശം എണ്ണ പുരട്ടി കൊടുക്കാം. ഇത് പിന്നെ വാഴേൻ്റെ ഇലേൻ്റെ പോലെ വാട്ടാനൊന്നുമില്ല, നല്ല നല്ല ഇലയാണ്, കട്ടി കുറഞ്ഞ ഇലയാണല്ലോ. കുടുണ്ണീൻ്റെ ഇലയിൽ ഉണ്ടാക്കാൻ നല്ലതാണ്. ഇലയ്ക്ക് കട്ടി കുറവാണ്, അവ പെട്ടെന്ന് വേവും ചെയ്യും. അപ്പോൾ നമുക്ക് 4 എണ്ണം അതൊക്കെ എന്നിട്ട് പരത്തിയെടുക്കാം. പിന്നെ ഇപ്പം ഇതാ നമ്മൾ തേങ്ങയും ശർക്കരയും അതൊക്കെ ചേർത്ത് ഇളക്കിയത് അതും ചേർത്ത് കൊടുക്കാം. അപ്പം അമ്മയ്ക്കുള്ളത് നേരെ ഇങ്ങനെ അത് പഴം ചേർക്കാത്തത്. പിന്നെ എനിക്കുള്ളത് എന്താ ഈ ഒരു പഴം, ഇനി അത് ഇതിൽ ചേർത്ത് ഇളക്കാം. പിന്നെ ആവില് ഒക്കെ ചേർക്കലുണ്ട്, പിന്നെ ഇത് മാത്രം മതി, അതുകൊണ്ടാണ്. എനിക്കുള്ളത് ഈ വലിയ ഇലയിലാണ്, അപ്പോൾ പിന്നെ വെന്ത് കഴിഞ്ഞാലും അറിയാലോ ഏതാണ് പഴം ചേർത്തത് എന്നുള്ളത്. ഒക്കെ മടക്കി ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു. നമുക്ക് ഇതാ ഇഡ്ഡലി തട്ടിൻ്റെ അതിൽ ഇത് നേരെ വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചതാണ്. ഇനി ഇത് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ഇപ്പോൾ ഏകദേശം ആയിക്കണു, പിന്നെ വേഗം ആവും ഇത്. ഒക്കെ റെഡിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും എടുക്കാം. അപ്പോൾ നമ്മളെ ഇലയട, പൊടുണ്ണീൻ്റെ ഇലയിലുള്ള അട അതിവിടെ റെഡിയായി, ഗോതമ്പട. പിന്നെ ഇപ്പോൾ ശർക്കര കാപ്പി അതും ഇവിടെ റെഡിയായി.
ഇപ്പോൾ ഒക്കെ റെഡിയായി ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കാണ് ഇത് തുടങ്ങിയത്. 3 മണിയായപ്പോഴേക്ക് ഒക്കെ റെഡിയായി. അമ്മയ്ക്ക് ഒരു അട, പിന്നെ കാപ്പി. അട പിന്നെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് കഴിക്കാമല്ലോ. 2 4 ഉണ്ടാക്കി 2 വെച്ച് കഴിക്കാം ഞങ്ങൾക്ക്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അമ്മയ്ക്കുള്ളതിനെ കുറച്ച് ചെറിയ ഇലടയാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഗോതമ്പിൻ്റെ ഇലട. അരിയോടും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മളെ വൈകിട്ടത്തെ ഞങ്ങൾക്ക് പിന്നെ 3 മണിയാണ്, 3 3:15 സമയം. ഇന്നത്തെ ഏതായാലും നമ്മളെ വൈകിട്ടത്തെ ഇത് പിന്നെ ഞാൻ ആ പഴം ചേർത്ത് ഉണ്ടാക്കിയാണ്. പഴം ചേർത്തതാണ്. പഴം ചേർത്ത് നല്ല രസമുണ്ട്. പഴത്തിൻ്റെ രുചി. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ശർക്കര കാപ്പി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ കാണാം.